ആകെ ഉണ്ടായിരുന്നൊരു മകൻ മരിച്ചു പോയതിനെ ഓർത്ത് 15 വർഷത്തോളം ഇങ്ങനെ മുറി അടച്ചിട്ടിരുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ചൊക്കെ നമ്മളൊരു ദിവസം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ജീസസ് യൂത്തുകാരുടെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടൊക്കെയാണ് പിന്നീട് ഒരു ചെറിയ വെളിച്ചം അവരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്തേക്കാണ് ഈ മരിച്ചവരൊക്കെ കടന്നു ചെല്ലുന്നതെന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചെറുപ്പം മക്കളുടെ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് അപ്പനൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവർ പിന്നീട് ലൈഫിലൊന്ന് ചിരിച്ചു തുടങ്ങണത്. അത് തന്നെയാണ് നടക്കണേ. ബോബിയച്ചനൊക്കെ പറഞ്ഞൊരു കഥ, അത് പണ്ടേ ഉള്ളിലിങ്ങനെ കയറിയിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ തൻ്റെ അമ്മയോട് അവൾ ചോദിക്കുന്നുണ്ട്, അമ്മ മരിച്ചു പോയവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, മരിച്ചു പോകുന്നവർ എങ്ങോട്ടാണ് പോകുന്നത്? തൻ്റെ കുഞ്ഞിൻ്റെ അവസാനത്തെ ചോദ്യങ്ങളിൽ ഒന്നാണെന്ന് അമ്മയ്ക്കിത് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നുണ്ട് കരച്ചിലടക്കിക്കൊണ്ട്, മോളെ നീ കുഞ്ഞായിരുന്ന സമയത്ത് നിൻ്റെ പപ്പ വരണത് നോക്കി കിടക്കുമായിരുന്നു. ആ പപ്പ ഇങ്ങനെ വരാൻ വൈകും തോറും ചിലപ്പോൾ നീ ഉറങ്ങിപ്പോവും. ചില ദിവസങ്ങളിൽ ഉറങ്ങണത് നമ്മുടെ വാതിലിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന്, ചിലപ്പോൾ നിൻ്റെ കുഞ്ഞു സൈക്കിളിലിരുന്ന്, ചിലപ്പോൾ നിൻ്റെ സ്റ്റഡി ടേബിളിൽ തല ചായ്ച്ച്. പക്ഷെ എവിടേക്ക് കിടന്നുറങ്ങിയാലും പിറ്റേ ദിവസം രാവിലെ നീ നിന്നെ തന്നെ കാണണത് നിൻ്റെ പപ്പയുടെ നെഞ്ചിൽ ഇങ്ങനെ തല ചായ്ച്ച് കിടക്കുന്നതായിട്ടായിരിക്കും. മരിച്ചു പോയവരൊക്കെ ഉണർന്നെഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ മടിയിലേക്കാണ്. വചനമതാ പറയണേ. കർത്താവ് പറയൂലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീടൊരുക്കാൻ പോയേക്കാം, വീടൊരുങ്ങിക്കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും, കാരണം ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. കർത്താവിൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവര് ഈശോയുടെ കയ്യും പിടിച്ച് സ്വന്തം വീട്ടിലേക്ക്, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെടാണോ വേണ്ടേ? ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണ്ടേന്നേ. തമിഴ്നാട്ടുകാരുടെ സംസ്കാര രീതി പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പാട്ടുപാടി അത്ര എക്സ്ട്രീമിലോട്ടൊക്കെ പോകണമെന്നൊന്നും പറയണില്ല. പക്ഷെ ഉള്ളില് സങ്കടപ്പെടാതിരുന്നൂടെ, ഭാരം വെക്കാതിരുന്നൂടെ? കാരണം എൻ്റെ മരിച്ചുപോയ പ്രിയപ്പെട്ട ഒരാൾ സ്വർഗത്തിലെ കർത്താവിൻ്റെ കൂടെ, ആൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം വീട്ടിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് നമ്മളെക്കാളേറെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മടിയിലാണ്. ആ ഒരു ചിന്ത ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞാൽ എത്രയോ പേരുടെ ജീവിതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇവരുടെ ഒന്നും ജീവിതം നശിച്ചു പോകുന്നതല്ല, ഇല്ലാതായി പോകുന്നതല്ല, എന്നേക്കുമായി തീർന്നു പോകുന്നതല്ല. നേരെ മറിച്ച് മരണം ഒരു വാതിലാണ്. ആ വാതിലിനപ്പുറത്ത് ഇങ്ങനെ ജീവിതത്തിൻ്റെ തുടർച്ചയുണ്ട്. എല്ലാ കാലത്തേക്കും നശിച്ചു പോകാത്ത നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഈ മരണം എന്ന വാതിൽ.